വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ നിന്ന് ഡോക്ടറെ രക്ഷപ്പെടുത്തി ചങ്ങനാശ്ശേരി പോലീസ്. കൊറിയർ സർവീസ് വഴി ലഹരി വസ്തുക്കൾ കടത്തിയെന്ന് ആരോപിച്ച് ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് തട്ടിപ്പു സംഘം 5 ലക്ഷം രൂപ കവരുകയായിരുന്നു. അസ്വാഭാവിക ഇടപാട് ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പെന്ന സംശയം പോലീസിനെ അറിയിച്ചത്. പോലീസ് ഇടപെട്ട് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ തട്ടിപ്പ് സംഘത്തിന് പണം പിൻവലിക്കാനായില്ല. കഴിഞ്ഞ 16-നാണ് ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ ഡോക്ടർക്ക് മുംബൈയിൽ നിന്ന് ആദ്യ ഫോൺ കോൾ വരുന്നത്. ഡോക്ടറുടെ പേരിൽ വന്ന കൊറിയറിൽ നിന്ന് ലഹരി വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും മുംബൈ പോലീസ് പിടിച്ചെന്നും നടപടികളുടെ ഭാഗമായി അടുത്ത ദിവസം വീണ്ടും വിളിക്കുമെന്നും പറഞ്ഞു. തുടർന്ന് നവംബർ 17-ന് സംഘം വീണ്ടും വിളിച്ചു. ഡോക്ടറുടെ പേരിൽ കള്ളപ്പണ കേസുകൾ കൂടി ഉണ്ടെന്ന് തട്ടിപ്പ് സംഘം വിശ്വസിപ്പിച്ചു. ഇതിനായി RBIയുടെയും സുപ്രീം കോടതിയുടെയും വ്യാജ സർട്ടിഫിക്കറ്റുകളും അയച്ചു നൽകി. അറസ്റ്റ് ഒഴിവാക്കാൻ അവർ നിർദ്ദേശിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ നിക്ഷേപിക്കാനും നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി SBI ബാങ്കിൽ എത്തി ഡോക്ടർ പാട്നയിലുള്ള അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥരോട് തന്റെ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നുവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അസ്വാഭാവിക ഇടപാടിലും ബാങ്ക് അക്കൗണ്ട് നമ്പറിലും സംശയം തോന്നിയ ബാങ്ക് ഉദ്യോഗസ്ഥർ ഹെഡ് ഓഫീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് ബാങ്ക് അധികൃതർ 1930 എന്ന പോലീസിന്റെ നമ്പറിൽ വിളിച്ച് ഇടപാടിന്റെ വിവരം അറിയിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരി പോലീസ് ഉടൻ എത്തി വിവരം ശേഖരിച്ചു. പെരുന്നയിലെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് ആദ്യഘട്ടത്തിൽ തട്ടിപ്പിനിരയായ ഡോക്ടർ സഹകരിച്ചില്ല. ഈ സമയം തട്ടിപ്പ് സംഘം ഫോണിൽ തുടരുന്നുണ്ടായിരുന്നു. തുടർന്ന് ഡോക്ടറുടെ അനുമതി കൂടാതെ ഫോൺ വാങ്ങി പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പോലീസ് ഫോൺ എടുത്തതോടെ തട്ടിപ്പ് സംഘം ഫോൺ കട്ട് ചെയ്തു. ഫോൺ കോളിന്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. തട്ടിപ്പ് സംഘത്തിന് അയച്ച 5 ലക്ഷം രൂപയിൽ 4,35,000 രൂപ പോലീസ് ഇടപെട്ട് മരവിപ്പിച്ചു. ബാക്കി പണം തിരിച്ചുപിടിക്കാൻ സാധിക്കില്ലെന്ന് കോട്ടയം SP പറഞ്ഞു. ഒരു കാരണവശാലും വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി രാജ്യത്തില്ല എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കോടതിയോ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയോ ആരെയും വെർച്വൽ അറസ്റ്റിൽ വെക്കുന്നില്ല. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ വീഴരുത്. അതുപോലെ നമുക്ക് പരിചിതരല്ലാത്ത ആൾക്കാർക്ക് ഒരു കാരണവശാലും ട്രാൻസാക്ഷൻസ് ചെയ്യരുത്. ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് മുഖാന്തരം ട്രാൻസാക്ഷൻസ് നടത്തുക. അതുപോലെ ഈ വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ, അതുപോലെയുള്ള ലിങ്കുകൾ, വ്യാജ ലിങ്കുകൾ, ഇതിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എൻ്റർ ചെയ്യരുത്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിന് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും SP കൂട്ടിച്ചേർത്തു. ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നതിനാലാണ് വലിയ തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവായത്. മരവിപ്പിച്ച പണം തിരികെ ലഭിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.